ഹലോ, ഇന്ന് നമുക്ക് ഈസോപ്പ് കഥകളിലെ ഒരു കഥ കേട്ടാലോ? ഇതൊരു കുറുക്കൻ്റെയും കൊക്കിൻ്റെയും കഥയാണ് കേട്ടോ. കഥയുടെ പേര് കുറുക്കൻ്റെ സമ്മാനം. കുറച്ചു നാളായി കുറുക്കന് കാര്യമായൊന്നും തീറ്റ കിട്ടാറില്ല. മിക്കവാറും പട്ടിണി. അവശനായി അവൻ നടന്നു നടന്ന് മലയടിവാരത്തുള്ള ഒരു വീടിനടുത്ത് ചെന്നെത്തി. അവിടെ കിടന്നിരുന്ന എല്ലിൻ കഷണങ്ങൾ ഓരോന്നായി അവൻ തിന്നു തുടങ്ങി. അയ്യോ, ആരോ വരുന്നു, ഓടി രക്ഷപ്പെടണം. അവൻ എന്തു ചെയ്തു? അവൻ ഒരു കഷണം എല്ല് വായിലെടുത്തുകൊണ്ടോടി. ആരോ വരുന്നു പേടിച്ചിട്ട് ഒരു കഷണം എല്ല് വായിലെടുത്തുകൊണ്ടോടി. ഓട്ടത്തിനിടയിൽ വായിലിരുന്ന എല്ലിൻ കഷണം തൊണ്ടയിലേക്ക് ഇറങ്ങി. എന്നാൽ അത് കീഴോട്ടിറങ്ങുന്നില്ല. കുറുക്കന് വിമ്മിട്ടമായി, ശ്വാസം മുട്ടുന്നത് പോലെയായി. ആ എല്ലിൻ കഷണം പുറത്ത് കളയാൻ പരിശ്രമിച്ചു. അയ്യോ, പറ്റുന്നില്ല. വിഴുങ്ങാനോ ഛർദ്ദിച്ച് കളയാനോ കഴിയാത്ത വിധമാണ് എല്ലിൻ്റെ ഇരിപ്പ്. അയ്യോ, നോക്കണേ! കുറുക്കൻ നിലവിളിച്ചുകൊണ്ട് കാട്ടിൽ മുഴുവൻ ഓടി നടന്നു. ആരും കൗശലക്കാരനായ കുറുക്കനെ സഹായിക്കാൻ എത്തിയില്ല. തൻ്റെ തൊണ്ടയിലെ എല്ല് പുറത്തെടുക്കുന്നവർക്ക് തക്ക സമ്മാനം കൊടുക്കുന്നതാണെന്ന് കുറുക്കൻ കണ്ടവരോടെല്ലാം പറഞ്ഞു. എന്നിട്ടും ആരും സഹായിക്കാൻ എത്തിയില്ല. അവസാനം കുറുക്കൻ്റെ ദയനീയ സ്ഥിതി കണ്ട് കരുണ തോന്നിയ ഒരു കൊക്ക് സഹായിക്കാൻ തയ്യാറായി. കുറുക്കനോട് വാ തുറന്ന് മേലോട്ട് നോക്കിയിരിക്കാൻ കൊക്ക് പറഞ്ഞു. തൻ്റെ നീണ്ട ചുണ്ട് അവൾ കുറുക്കൻ്റെ വായിലൂടെ തൊണ്ടയിലേക്ക് ഇറക്കി. കൊക്ക് പെട്ടെന്ന് കുറുക്കൻ്റെ തൊണ്ടയിലെ എല്ല് പുറത്തെടുത്തു. കുറുക്കന് ആശ്വാസമായി. അവൻ സന്തോഷിച്ചു. കൊക്കിനോട് അവൻ നന്ദി പറഞ്ഞു. കാരണം അത്രയും കഷ്ടപ്പെടായിരുന്നു നമ്മളെ കുറുക്കന് തൊണ്ടയിലൊരു എല്ല് കുടുങ്ങിയപ്പോൾ. പിന്നെ കൊക്ക് എടുത്തു കൊടുത്തപ്പോൾ കൊക്കിനോട് അവൻ നന്ദി പറഞ്ഞു. അപ്പോൾ കൊക്ക് ചോദിച്ചു, എനിക്ക് തരാമെന്ന് പറഞ്ഞ സമ്മാനം എവിടെ? സമ്മാനമോ? നിന്റെ ചുണ്ടുകൾ ഇത്ര നേരം എൻ്റെ വായിലിരുന്നിട്ടും ഞാനത് കടിച്ചു മുറിച്ച് തിന്നാതിരുന്നില്ലേ? ഇതിൽ കൂടുതൽ ഒരു ഉപകാരം ചെയ്യാനുണ്ടോ? നീ വേഗം പോകുകയാണ് നല്ലത്. തൊണ്ടയിൽ എല്ലെടുത്തപ്പോൾ കുറുക്കൻ്റെ ഭാവം മാറി. അത് കണ്ട് കൊക്ക് പേടിച്ച് സ്ഥലം വിട്ടു. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം നമുക്ക്? ദുഷ്ടന്മാർക്ക് ഉപകാരം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് പ്രത്യുപകാരം പ്രതീക്ഷിക്കരുത്.